ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. ഇന്ന് ഇതിൽ വന്ന വാദപ്രതിവാദങ്ങൾ ഏറെ നേരം വാദവും നീണ്ടില്ല. ഏകദേശം 15-20 മിനിറ്റ് മാത്രമാണ് ഇന്നലെ വാദവും നടന്നത്. ജഡ്ജ് കൃത്യമായി ഈ വിധി പ്രസ്താവത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കുകയായിരുന്നു. എന്തെങ്കിലും പരാമർശങ്ങൾ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന്, ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയുടെ ഭാഗത്ത് നിന്ന് ഈ വിധി പ്രസ്താവത്തിനൊപ്പം കണ്ടിരുന്നു. പി ആർ സുനിൽ ഉണ്ട് നമുക്കൊപ്പം. പി ആർ സുനിൽ, ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് മുബഷിർ പി അക്ബർ നൽകിയത്. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം ഇന്ന് തന്നെ ഉണ്ടാകും. 200 കിലോമീറ്റർ അകലെയാണ് ഈ ജയിൽ. പക്ഷേ അത് ഓൺലൈനായി തന്നെ ഈ ഉത്തരവ് എത്തിച്ചുകൊണ്ട് ആ രീതിയിലുള്ള നടപടികളായിരിക്കില്ലേ നടക്കുക? സുജിയ, തീർച്ചയായും ചെറിയ നടപടിക്രമങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഏതായാലും ചെറിയ ഉപാധികൾ കോടതി ജാമ്യം നൽകുന്നതിനായി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ ആൾ ജാമ്യം, അത് സ്വാഭാവികമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധി വെച്ചിരിക്കുന്നത് പാസ്പോർട്ട് കെട്ടിവെക്കണം എന്നതാണ്. ഇതിലൂടെ രാജ്യം വിട്ടു പോകരുത് എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുകയാണ് ഈ ഒരു ജാമ്യത്തിലെ ഉപാധിയായിട്ട്. ഏതായാലും ഇനി അടുത്ത നടപടി എന്നോണം കോടതിയിൽ നിന്ന് ഈ സീൽ വെച്ച ഉത്തരവ് കൈപ്പറ്റണം. അതിനുശേഷം പിന്നീട് ഈ ഉത്തരവ് ജയിലിൽ എത്തിക്കണം. ഏതായാലും സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഓൺലൈനായി ഈ ഒരു ഉത്തരവ് ജയിലിൽ എത്തിച്ചാലും മതിയായിരിക്കും. ഇത് മൊബൈൽ വഴിയോ ഒക്കെ തന്നെ ഈ ഉത്തരവ് ജയിലിൽ എത്തിച്ച ശേഷം പിന്നീട് ജയിൽ മോചന നടപടികളാണ്. ഏതായാലും അത് ഇന്ന് തന്നെ സാധ്യമാകും, എത്രയും വേഗം തന്നെ സാധ്യമാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരികയാണ്. ഏതായാലും ഇപ്പോൾ 11:45 കോടതിയുടെ വിധി വന്നിരിക്കുന്നത്, ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും വേഗത്തിൽ ഈ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് വളരെ വേഗത്തിൽ ഈ ഉത്തരവ് കിട്ടുകയാണെങ്കിൽ, കാരണം കോടതിയുടെ മുദ്ര വെച്ച ഉത്തരവ് കിട്ടണം, അതിന്റെ ഒറിജിനൽ പകർപ്പാണ് ജയിലിൽ നൽകേണ്ടത്. ആ ജയിലിൽ ആ ഒറിജിനൽ പകർപ്പ് എത്തിച്ച ശേഷമായിരിക്കും അവിടുത്തെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടാകും. അതിനുശേഷമായിരിക്കും അവരെ ജയിൽ മോചിതരാക്കുക. ഇതൊരു റിമാൻഡ് തടവാണ്, അതുകൊണ്ട് തന്നെ വലിയ നടപടിക്രമങ്ങൾ അക്കാര്യത്തിൽ ബാക്കിയുണ്ടാകില്ല. ഒരുപക്ഷെ ദുർഗിലെ കോടതിയെ ഇക്കാര്യം അറിയിക്കണോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ദുർഗിലെ കോടതിയാണല്ലോ ഇവരെ ജാമ്യത്തിൽ റിമാൻഡിൽ വിട്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി, ആ ഒരു നടപടിക്രമം കൂടി ബാക്കിയുണ്ടോ എന്നത് പരിശോധിക്കണം. ഏതായാലും ദുർഗ് പോലീസാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ ഉത്തരവിന്റെ സീൽ വെച്ച പകർപ്പ് ഇനി കൈപ്പറ്റണം. അതിനുശേഷം പിന്നീട് അത് ജയിലിലെത്തിക്കണം. പിന്നീട് അത് പോലീസ് അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു നടപടിക്രമം കൂടി ബാക്കിയുണ്ടാകും. അതിനുശേഷം കന്യാസ്ത്രീകൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും. എത്രയും വേഗം ജയിൽ മോചനം സാധ്യമാക്കും എന്നാണ് ഇപ്പോൾ